നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. ഹായ്, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം വിശകലനം ചെയ്യാൻ പോകുന്നത് ഇസ്ലാം വിമർശകനായ ആരിഫ് ഹുസൈൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ ഒരു ഫോണിൻ പരിപാടിയാണ്. അഭിനവ് എന്നു പേരുള്ള 20 വയസ്സുകാരനായ ഒരു അമുസ്ലിം യുവാവ് ഇയാളെ വിളിക്കുകയും ഇയാൾ വീഡിയോകളിലൂടെ പരത്തുന്ന വെറുപ്പ് കാരണം സ്കൂളിൽ പഠിക്കുന്ന ചെറിയ മുസ്ലിം കുട്ടികൾ പോലും എങ്ങനെ ഒറ്റപ്പെടുത്തപ്പെടുന്നു എന്ന് നേരിട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. തന്റെ വിദ്വേഷ പ്രചാരണം പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഇയാൾ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ വിഷയം മാറ്റാനും ഇസ്ലാമിക നിയമങ്ങളെ വളച്ചൊടിച്ച് ആക്രമിക്കാനും വലതുപക്ഷ തീവ്രവാദത്തെ യാതൊരു ഉളുപ്പുമില്ലാതെ വെളുപ്പിച്ചെടുക്കാനുമാണ് ശ്രമിക്കുന്നത്. അയാളുടെ ആ കാപഠ്യവും യുക്തിരാഹിത്യവും നമുക്ക് ഓരോന്നായി പൊളിച്ചെടുക്കാം. വിദ്വേഷ പ്രചാരണവും ഒളിച്ചോട്ടവും വിളിച്ച യുവാവ് വളരെ വ്യക്തമായി ഇയാളുടെ പ്രവർത്തനങ്ങളുടെ ദൂഷ്യവശങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട്. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. സംഭവം ഈ ഐഡിയോളജി എവിടെ നിന്നാണ് വന്നതെന്നുള്ള സംഭവം ഞാൻ ചോദിച്ചു. അപ്പോ അതിൽ ഒരു പയ്യൻ പറഞ്ഞു, ഈ ചേട്ടന്റെ ആരിഫ് ഹുസൈന്റെ വീഡിയോസ് അമ്മ ഇരുന്ന് കാണും, അപ്പൊ അതിൽ നിന്ന് കണ്ട് കിട്ടിയത് ആണെന്നുള്ള സംഭവം. ആക്ച്വലി ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതോട് യോജിക്കുന്നുണ്ട്. ബട്ട് എനിക്ക് ആക്ച്വലി ബ്രോ ചെയ്യുന്നതിനെ പറ്റി എനിക്ക് ആ ഒരു സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. ഐ മീൻ എന്താ ഇതുമായിട്ട് കൺവേ ചെയ്യാനുള്ളതാണ്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറഞ്ഞോട്ടെ, എന്താണ് ബ്രോ ചെയ്യുന്നതെന്നുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഐ മീൻ റേജ് ബെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇയാൾ സമൂഹത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ആശയപരമായ സംവാദമല്ല ഇയാൾ നടത്തുന്നത്, മറിച്ച് തനിക്ക് ചുറ്റുമുള്ള ഭൂരിപക്ഷ സമൂഹത്തിന്റെ മനസ്സിൽ മുസ്ലിമുകളോട് വെറുപ്പും വിദ്വേഷവും നിറയ്ക്കുകയെന്നതാണ് ഇയാളുടെ ലക്ഷ്യം. അതാണ് ആ യുവാവ് ചൂണ്ടിക്കാണിച്ചത്. സ്വന്തം ചെയ്തികളുടെ തിക്തഫലം മുഖത്തു നോക്കി വിളിച്ചു പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ ത്രാണിയില്ലാതെ ഇയാൾ ഇസ്ലാമിലെ നവീകരണത്തെക്കുറിച്ച് ചോദിച്ച് തടിയൂരുകയാണ്. സ്വന്തം സമുദായത്തിന് നേരെ വരുന്ന വെറുപ്പിനെ ന്യായീകരിക്കാൻ ഏതറ്റം വരെയും തരം താഴുന്ന ഇയാളുടെ മാനസികാവസ്ഥയാണ് ഇവിടെ വെളിപ്പെടുന്നത്. അനന്തരാവകാശ നിയമവും അയാളുടെ അജ്ഞതയും വിഷയം മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇയാൾ ഇസ്ലാമിക അനന്തരാവകാശ നിയമത്തെക്കുറിച്ച് പച്ചക്കള്ളം പറയുകയാണ്. ഒരേ നിയമമായിരിക്കണം. ഓക്കെ, ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ നിയമങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, സ്വത്തവകാശം എടുക്കാം. പുരുഷന് കിട്ടുന്നതിന്റെ പകുതിയെ പെണ്ണിന് കിട്ടൂ. അതെവിടുന്നാ നിയമം വന്നത്? എവിടുന്നാ? പുരുഷന് കിട്ടേണ്ടത് പാതിയെ സ്ത്രീക്ക് കിട്ടാവോ? അത് റിലീജിയസ് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ നിയമം ഇവിടെ നിൽക്കുന്നു? ഇപ്പോഴും അതിന്റെ ദുരിതം പെണ്ണുങ്ങൾ, സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്നു. എന്തുകൊണ്ടാ? കാരണം ഇതൊന്നും ഇസ്ലാമിക അനന്തരാവകാശ നിയമത്തിൽ മകൾക്കും മകനും ഒന്നിച്ച് സ്വത്ത് ലഭിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് മകൾക്ക് മകന്റെ പകുതി ലഭിക്കുന്നത്. എന്നാൽ ഇത് മാത്രമല്ല ഇസ്ലാമിലെ നിയമം. ഇസ്ലാമിക നിയമപ്രകാരം സ്ത്രീക്കും പുരുഷനും തുല്യമായി സ്വത്ത് ലഭിക്കുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, മരിച്ച വ്യക്തിക്ക് മക്കളുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മാതാവിനും പിതാവിനും ലഭിക്കുന്നത് തുല്യമായ വിഹിതമാണ്. അവിടെ പുരുഷനായ പിതാവിനും സ്ത്രീയായ മാതാവിനും തുല്യ അവകാശമാണ്. അതുപോലെ ചില സാഹചര്യങ്ങളിൽ പുരുഷനേക്കാൾ കൂടുതൽ സ്വത്ത് സ്ത്രീക്ക് ലഭിക്കാറുണ്ട്. മറ്റു ചില സാഹചര്യങ്ങളിൽ സ്ത്രീക്ക് സ്വത്ത് ലഭിക്കുകയും പുരുഷനൊന്നും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുമുണ്ട്. ഇത്തരത്തിൽ 30-ലധികം സാഹചര്യങ്ങൾ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും പഠിക്കാതെയാണ് ഇയാൾ കോമൺ സെൻസിനെ കുറിച്ച് വാചാലനാകുന്നത്. ഇനി മകനും മകൾക്കും ലഭിക്കുന്ന വിഹിതത്തിലെ വ്യത്യാസത്തിന്റെ യുക്തി എന്താണെന്ന് നോക്കാം. ഇസ്ലാം പുരുഷന്റെ മേൽ വലിയ സാമ്പത്തിക ബാധ്യതകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ മുഴുവൻ ചെലവും ഭാര്യയുടെയും മക്കളുടെയും സംരക്ഷണവും വിവാഹ സമയത്ത് നൽകേണ്ട മഹറുമെല്ലാം പുരുഷന്റെ മാത്രം ബാധ്യതയാണ്. സ്ത്രീക്ക് ഈ സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല. അവൾക്ക് ലഭിക്കുന്ന സ്വത്ത് അവൾക്ക് മാത്രം സ്വന്തമാണ്. അത് കുടുംബത്തിനു വേണ്ടി ചെലവാക്കാൻ അവൾ നിയമപരമായി ബാധ്യസ്ഥയല്ല. സാമ്പത്തിക ബാധ്യതകൾ കൂടുതലുള്ള പുരുഷന് കൂടുതൽ വിഹിതം നൽകുക എന്നത് തികച്ചും യുക്തിഭദ്രവും നീതിയുക്തവുമായ ഒരു സംവിധാനമാണ്. ഇനി നമുക്ക് ഈ വിമർശകന്റെ നിരീശ്വരവാദ കാഴ്ചപ്പാടിൽ നിന്നിതൊന്ന് നോക്കാം. നിരീശ്വരവാദത്തിൽ എന്താണ് നീതിയുടെ അടിസ്ഥാനം? സ്വന്തം പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന് നിർബന്ധിക്കുന്ന യാതൊരു ധാർമ്മിക നിയമവും നിരീശ്വരവാദത്തിലില്ല.
എല്ലാം വ്യക്തിപരമായ ചോയ്സ് മാത്രമാണ്. ഇസ്ലാമിലാകട്ടെ മാതാപിതാക്കളെയും കുടുംബത്തെയും സംരക്ഷിക്കുക എന്നത് പുരുഷന്റെ നിർബന്ധ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാനുള്ള സാമ്പത്തിക അടിത്തറ കൂടിയാണ് അനന്തരാവകാശ നിയമം നൽകുന്നത്. യാതൊരു ധാർമ്മിക അടിത്തറയും ഇല്ലാത്ത ഒരു ആശയത്തിൽ വിശ്വസിക്കുന്ന ഇയാൾക്കാണ് ഇസ്ലാമിന്റെ നീതിബോധത്തെ വിമർശിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നത് തികഞ്ഞ വിരോധാഭാസമാണ്. മതനവീകരണവും ഇസ്ലാമിന്റെ പൂർണ്ണതയും. തുടർന്ന് ഇയാൾ ഇസ്ലാമിനെ അത്യന്തം നികൃഷ്ടമായ ഭാഷയിൽ അപമാനിക്കുകയും ഇസ്ലാമിന് നവീകരണം ആവശ്യമാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെയാണ് റിലീജിയൻ ഇവിടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് എന്നും അതിന്റെ ചരിത്രവും ഹിന്ദുമതം ഇന്ന് എങ്ങനെയാണ് എത്തി നിൽക്കുന്നത്, ഇന്ന് എന്തുകൊണ്ടാണ് അത് ഒരു പേപ്പട്ടി മതം അല്ലാത്തത് എന്നൊക്കെ നിങ്ങൾ പഠിക്കുക, എന്തുകൊണ്ടാണ് ഇസ്ലാം ഒരു പേപ്പട്ടി മതമാകുന്നത് എന്നും നിങ്ങൾ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഹിന്ദുമതത്തിൽ രാജാറാം മോഹൻ റോയിയെ പോലെയുള്ള നവീകരണ നായകരുണ്ടായതുപോലെ എന്തുകൊണ്ട് ഇസ്ലാമിലുണ്ടായില്ല എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. ഇതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. മനുഷ്യരുണ്ടാക്കിയ മതങ്ങളിൽ കാലക്രമേണ മനുഷ്യരുടെ ഇടപെടലുകൾ വഴി ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടന്നുകൂടും. സതി പോലെയുള്ള ക്രൂരമായ ആചാരങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. അത്തരം മനുഷ്യനിർമ്മിതമായ തെറ്റുകളെ തിരുത്താനാണ് മനുഷ്യരായ നവീകരണ നായകർ വേണ്ടിവരുന്നത്. എന്നാൽ ഇസ്ലാം മനുഷ്യനിർമ്മിതമായ ഒരു മതമല്ല. അത് പ്രപഞ്ച സ്രഷ്ടാവായ അല്ലാഹു മനുഷ്യർക്ക് നൽകിയ പൂർണ്ണമായ ജീവിതരേഖയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വചനങ്ങളാണ്. അത് യാതൊരു മാറ്റവുമില്ലാതെ ഇന്നും നിലനിൽക്കുന്നു. പൂർണ്ണവും കുറ്റമറ്റതുമായ ഒരു ദൈവിക നിയമത്തിന് മനുഷ്യരുടെ നവീകരണം ആവശ്യമില്ല. പ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വഴികാട്ടിയാണ്. തെറ്റുകളുണ്ടെങ്കിലല്ലേ തിരുത്തേണ്ടതുള്ളൂ. നിരീശ്വരവാദികളുടെയും സ്വതന്ത്ര ചിന്തകരുടെയും അവസ്ഥ നോക്കുക. അവർക്ക് സ്ഥിരമായ യാതൊരു ധാർമ്മിക നിയമങ്ങളുമില്ല. ഇന്നലെ അവർ ശരിയാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അവർ തന്നെ തെറ്റാണെന്ന് പറയുന്നു. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനനുസരിച്ച് ധാർമ്മികത മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് അവരുടേത്. മനുഷ്യർക്ക് സ്വന്തമായി ശരിയും തെറ്റും തീരുമാനിക്കാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാശ്ചാത്യ സമൂഹങ്ങളിലെ ഇന്നത്തെ ധാർമ്മിക തകർച്ച. അവിടെയാണ് ഇസ്ലാം ഒരു മാറ്റവുമില്ലാത്ത സുദൃഢമായ ധാർമ്മിക അടിത്തറ മനുഷ്യർക്ക് നൽകുന്നത്. മാറ്റമില്ലാത്ത ദൈവിക നിയമങ്ങളെ മനുഷ്യന്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് അളക്കാൻ ശ്രമിക്കുന്നതാണ് ഇയാളുടെ ഏറ്റവും വലിയ പരാജയം. തീവ്രവാദത്തെ വെളുപ്പിക്കലും ഇരട്ടത്താപ്പും. ഇയാൾ തന്റെ വാദങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി വലതുപക്ഷ തീവ്രവാദത്തെ അങ്ങേയറ്റം ലജ്ജാകരമായി വെളുപ്പിച്ചെടുക്കുന്നത് നമുക്ക് കാണാം. ഹമാസിനെ ഇവിടെ എത്ര ആളുകൾ തള്ളി പറയുന്നുണ്ട്, എത്ര മുസ്ലിങ്ങൾ? ഏതെങ്കിലും ഹിന്ദു എക്സ്ട്രീമിസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥനാ സംഗമം നടത്തിയ ഒരു ചരിത്രം ഹിന്ദുക്കൾ ചെയ്തതുണ്ടോ? ഉണ്ടോ? എന്നാൽ ഒസാമ ബിൻ ലാദന് വേണ്ടിയിട്ട് ഇവിടെ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അജ്മൽ കസമിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. യഹിയ സിൻവറിന് വേണ്ടി നിസ്കരിച്ചു. ഖൊമൈനിക്ക് വേണ്ടി നിസ്കരിച്ചു. സദ്ദാം ഹുസൈന് വേണ്ടി ഹർത്താൽ വരെ നടത്തി. ഇതാണ് നമ്മുടെ മുസ്ലിങ്ങൾ. ഇത് പച്ചയായ കള്ളവും വഞ്ചനയുമാണ്. ഇന്ത്യയിലെ വലതുപക്ഷ തീവ്രവാദികൾ തങ്ങളുടെ അക്രമികളെ ആഘോഷിച്ച ചരിത്രമില്ല എന്നാണ് ഇയാൾ തട്ടിവിടുന്നത്. ഗുജറാത്ത് കലാപത്തിൽ ഗർഭിണിയായ ബിൽക്കീസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്യുകയും അവരുടെ കുടുംബത്തിലെ കൊച്ചുകുട്ടികളെ അടക്കം പൈശാചികമായി കൊലപ്പെടുത്തുകയും ചെയ്ത കുറ്റവാളികൾക്ക് ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ മാലയിട്ട് സ്വീകരണം നൽകിയത് ആരായിരുന്നു? അവർ സൽസ്വഭാവികളായ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ചതാരായിരുന്നു? ദാദ്രിയിൽ പശുവിന്റെ പേരും പറഞ്ഞ ഒരു നിരപരാധിയെ തല്ലിക്കൊന്ന പ്രതികളിൽ ഒരാൾ മരിച്ചപ്പോൾ അയാളുടെ ശവശരീരത്തിൽ ദേശീയ പതാക പുതപ്പിച്ചതാരായിരുന്നു? മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം ഗോഡ്സെയെ സ്തുതിച്ചുകൊണ്ട് എല്ലാ വർഷവും പ്രകടനങ്ങൾ നടത്തുന്നതും ക്ഷേത്രങ്ങൾ പണിയുന്നതും ആരാണ്? ഇതൊന്നും ഇയാൾക്ക് കാണാൻ കഴിയില്ല. കാരണം ഇയാളുടെ ലക്ഷ്യം വലതുപക്ഷ തീവ്രവാദത്തെ സംരക്ഷിക്കുകയും മുസ്ലിംകളെ ഒന്നടങ്കം തീവ്രവാദികളായി ചിത്രീകരിക്കുകയുമാണ്. ഇനി ഇയാൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം നോക്കാം. മുസ്ലിംകൾ തീവ്രവാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. ഇസ്ലാം ഒരു നിലയ്ക്കും നിരപരാധികളെ കൊല്ലുന്നതിനെയോ ഭീകരവാദത്തെയോ അനുകൂലിക്കുന്നില്ല. ഒസാമ ബിൻ ലാദനെ പോലെയോ അജ്മൽ കസബിനെ പോലെയോ ഉള്ള കൊടും ഭീകരവാദികളെ ലോകമെമ്പാടുമുള്ള മുഖ്യധാര ഇസ്ലാമിക പണ്ഡിതന്മാർ ശക്തമായി അപലപിക്കുകയും അവർക്കെതിരെ ഫത്വകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും അംഗീകരിക്കപ്പെട്ട ഇസ്ലാമിക രീതിയല്ല. എന്നാൽ ഇയാളിവിടെ മനഃപൂർവ്വം ചെയ്യുന്ന മറ്റൊരു വഞ്ചനയുണ്ട്. അജ്മൽ കസബിനെ പോലെയുള്ള ഒരു ഭീകരവാദിയുടെ പേരിനൊപ്പം യഹ്യ സിൻവാറിനെയും സദ്ദാം ഹുസൈനെയും ചേർത്തുവെക്കുന്നത് തികഞ്ഞ കൃത്രിമത്വമാണ്.
വിദേശ അധിനിവേശങ്ങൾക്കെതിരെ പോരാടിയ രാഷ്ട്രീയ നേതാക്കളാണവർ. സിയോണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന പലസ്തീൻ ജനതയുടെ പ്രതിരോധത്തെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു അവകാശത്തെയാണ് ഇയാൾ ഭീകരവാദമായി ചിത്രീകരിക്കുന്നത്. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന പൈശാചികമായ വംശഹത്യയെ ന്യായീകരിക്കാനും അവിടെ കൊല്ലപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കാനുമാണ് ഇയാൾ നിരന്തരം ശ്രമിക്കുന്നത്. സ്വന്തം സാമ്രാജ്യത്വ താൽപര്യങ്ങൾക്ക് വേണ്ടി നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ വക്താവായി മാറുന്ന ഇയാൾക്ക് എങ്ങനെയാണ് ഇസ്ലാമിനെതിരെ വിരൽ ചൂണ്ടാൻ കഴിയുക? നിരീശ്വരവാദിയായ ഇയാൾക്ക് എന്താണ് മനുഷ്യജീവന്റെ വില? ഒരു സ്രഷ്ടാവില്ലെങ്കിൽ, പരലോകമില്ലെങ്കിൽ, മനുഷ്യൻ വെറും കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായ ഒരു മൃഗം മാത്രമാണെങ്കിൽ ഏതടിസ്ഥാനത്തിലാണ് കൊലപാതകം തെറ്റാകുന്നത്? ദുർബലനെ ശക്തൻ ഇല്ലാതാക്കുന്നത് കേവലം പ്രകൃതി നിയമം മാത്രമായി മാറില്ലേ? ഇയാളുടെ ലോകവീക്ഷണത്തിൽ ശരിയും തെറ്റും തീരുമാനിക്കാൻ വസ്തുനിഷ്ഠമായ യാതൊരു മാനദണ്ഡവുമില്ല. അവിടെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയും ശരിയാണെന്ന് വാദിക്കാൻ ഇയാൾക്ക് കഴിയും. എന്നാൽ ഇസ്ലാം മനുഷ്യജീവനെ അങ്ങേയറ്റം വില കൽപ്പിക്കുന്നു. ഒരു നിരപരാധിയെ കൊല്ലുന്നത് മനുഷ്യരാശിയെ മുഴുവൻ കൊല്ലുന്നതിന് തുല്യമാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ മഹത്തായ ദർശനത്തെയാണ് ഇയാൾ വളച്ചൊടിച്ചവതരിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഇയാളുടെ ഉദ്ദേശ്യം സത്യം കണ്ടെത്തുകയോ സമൂഹത്തെ നവീകരിക്കുകയോ അല്ല. ഇസ്ലാം എന്ന പൂർണ്ണമായ ജീവിത വ്യവസ്ഥയെയും മുസ്ലിങ്ങളെയും പൈശാചികവൽക്കരിക്കുക, അതിലൂടെ സമൂഹത്തിൽ ധ്രുവീകരണമുണ്ടാക്കി വലതുപക്ഷ രാഷ്ട്രീയത്തിന് വളം വെച്ചുകൊടുക്കുക എന്നത് മാത്രമാണ് ഇയാളുടെ ലക്ഷ്യം. ഫോൺ ചെയ്ത ആ യുവാവ് പറഞ്ഞതുപോലെ വെറുപ്പുൽപ്പാദിപ്പിക്കുക എന്നത് മാത്രമാണ് ഇയാളുടെ ജോലി. ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയും ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെച്ചുള്ള ഇയാളുടെ കാപട്യവുമാണ് നാം ഇന്ന് കണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നോണയൊക്കെ നമ്മൾ ഇനി ചറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല.